ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. മാത്തമാറ്റിക്സ് ഫോർ ഫിസിക്കൽ സയൻസ് 4 എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യുന്നത്. സോ ആ സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു മേജർ ടോപ്പിക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ്. സോ ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിലെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു, ഒരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ പ്രോബബിലിറ്റിയുടെ കൺസെപ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പോസിബിലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ അനാലിസിസ് കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് ഫേവർ ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിലേക്ക് പോകുന്നത്. അനാലിസിസ് കുറച്ചുകൂടെ നമ്മുടെ റിയലിസ്റ്റിക് ആക്കി മാറ്റാനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അത് ഓരോ ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. അതിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിനും സ്പെസിഫൈഡ് ആയിട്ട് ഒരു പ്രോബബിലിറ്റിയുടെ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും, അത് ബൈനോമിയലിനും ഉണ്ട്. നമ്മൾ പിന്നീട് അങ്ങോട്ട് പഠിക്കുന്ന പല ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. പോയിസൺ, നോർമൽ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ഇതേപോലെ തന്നെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പ്രഷൻ ഉണ്ട്. അതായത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. അത് എല്ലായിടത്തും ഉള്ളതാണ്. എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് വേർ എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു എൻ. അപ്പൊ ഇതിനകത്ത് എൻ സി എക്സ് നമ്മളൊരു പുതിയതല്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എൻ സി എക്സ് എന്താണ്? എൻ സി എക്സ് നമ്മൾ +1 മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചാപ്റ്റർ, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന്. അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു മാത്സിൽ. അപ്പൊ അതിലെ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് എൻ സി എക്സ് ഉദ്ദേശിക്കുന്നത്. അതെന്താണ് എൻ സി എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? എൻ സി എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? സോ ആദ്യം അപ്പോൾ ആ രീതിയിലാണ് എൻ സി എക്സിന്റെ എക്സ്പ്രഷൻ വരുന്നത്. പിന്നെ നമ്മൾ പറയുന്ന സാധനമാണ് പിയും ക്യൂ. എന്താണ് പി, എന്താണ് ക്യൂ? അത് എഴുതിയിട്ടുണ്ട്. വേർ പി ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ക്യൂ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ. ക്യൂ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ. സോ അതിന്റെ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ പ്രോബബിലിറ്റീസിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. അതായത് പ്രോബബിലിറ്റി ഓഫ് സക്സസിന്റെയും പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവറിന്റെയും സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ ഒരു ഡൈ ടോസി ഒരു കോയിൻ ടോസ് ചെയ്യുമെന്ന് വിചാരിക്കാം. കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ആൾറെഡി ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഞാനിപ്പോ എന്താ പറയുക, കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹെഡാണ് കിട്ടേണ്ടത് എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ ആ കോയിൻ ടോസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഹെഡ് കിട്ടിയില്ല, പകരം എന്താണ് കിട്ടിയെന്ന് വിചാരിക്കുക? ടെയിൽ കിട്ടിയെന്ന് വിചാരിക്കുക. ടെയിൽ കിട്ടിയെങ്കിൽ അത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണ്. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ത് തന്നെയാണ്? 1/2 തന്നെയാണ്. അപ്പോൾ ഹെഡ് കിട്ടിയെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ടെയിലാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി, കാരണം എന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹെഡ് കിട്ടാനായിരുന്നു. പക്ഷെ എനിക്ക് ടെയിലായി പോയി. അപ്പൊ ടെയിൽ കിട്ടിയാലും ഹെഡ് കിട്ടിയാലും അതിന്റെ പ്രോബബിലിറ്റി എന്താണ്? 1/2 തന്നെയാണ്. സോ അതിന്റെ രണ്ടിന്റെയും സം എന്ന് പറയുന്നത് 1 ആണെന്ന് പറയാം. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്. പലതരത്തിലുള്ള റാൻഡം എക്സ്പെരിമെന്റ് വരുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ച് പ്രോബ്ലംസ് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ പിയും ക്യൂവും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഇത്രയും മനസ്സിലാക്കുക. പി ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ക്യൂ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ ആൻഡ് ഓൾസോ പി പ്ലസ് ക്യൂ ഈക്വൽ ടു എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ അറിഞ്ഞിരിക്കേണ്ട വേറെ 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ മീനും വേരിയൻസ്. ഏത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലും ഈ 2 കാര്യങ്ങളും കൂടെ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിന്റെ ഡെറിവേഷൻ, ഇത് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെറിവേഷൻ പാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. തൽക്കാലം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഇതിന്റെ ഫോർമുലാസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n × p. ഓക്കെ, അതാണ് ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സിനെയാണ് നമ്മൾ മീൻ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ വേരിയൻസ് എന്ന് പറയുന്നതാണ് NPQ. വേരിയൻസ് എങ്ങനെയാണ് കാണുന്നത്? ഇ ഓഫ് എക്സ് സ്ക്വയർ സെക്കൻഡ് ഓർഡർ മീൻ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ആ രീതിയിലാണ് വേരിയൻസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ വേരിയൻസിന്റെ എക്സ്പ്രഷൻ ആണ് NPQ. എത്ര തവണ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നു എന്നുള്ളത്. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്, ഞാൻ പറഞ്ഞു. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ NP ആണ് ആക്ച്വലി മീൻ ഉദ്ദേശിക്കുന്നത്, വേരിയൻസ് ഉദ്ദേശിക്കുന്നത് NPQ. ആ 2 വേരിയബിൾസും നമ്മൾ അറിഞ്ഞിരിക്കണം.
ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന്. ഫൈൻഡ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫൈൻഡ് ചെയ്യണം, കണ്ടുപിടിക്കണം. ഫോർ വിച്ച് ദ മീൻ ഈസ് 5. അതിന്റെ മീൻ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് 5 ആണ്. അതിന്റെ വേരിയൻസ് ഈസ് 15/4. അതിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 15/4 ആണ്. ഇപ്പം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 2 വേരിയബിൾ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ 2 മേജർ വേരിയബിൾ നമുക്ക് വേണം. എന്തൊക്കെയാണ്? പിയും ക്യൂവും. അതാണ് കണ്ടുപിടിക്കേണ്ട ബേസിക്കലി. അപ്പോ മീൻ എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന NP, അതാണല്ലോ എന്റെ മീൻ എന്ന് പറയുന്നത്. മീൻ എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്? 5. അതുപോലെ വേരിയൻസ് NPQ അതെത്രയാണ്? 15/4. അതില് ഈ 2 ഇക്വേഷൻസും എക്സ്പ്രഷൻസും സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് പിയും ക്യൂവും എന്നും കണ്ടുപിടിക്കാം. എന്നും വേണം, പിയും വേണം, ക്യൂവും വേണം. നോക്കാം ഇതെങ്ങനെയാണ് കാണുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഡിവൈഡ് ബൈ ഇത്, NPQ ഡിവൈഡഡ് ബൈ NP. നോക്കാം. NPQ ഡിവൈഡഡ് ബൈ NP, അതായത് 15/4 ഡിവൈഡഡ് ബൈ 5. 15/4 ഡിവൈഡഡ് ബൈ 5 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ NP കട്ടാകും. Q ഈക്വൽ ടു എന്ത് വരും? 15/4 ഇൻറ്റു റെസിപ്രോക്കല് 1/5, 3. ആൻസർ എന്ത് കിട്ടും? 3/4. അതായത് Q എന്ന് പറയുന്നത് 3/4. അങ്ങനെയാണെങ്കിൽ P എന്ന് പറയുന്നത് എന്തായിരിക്കും? P പ്ലസ് Q എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. അപ്പോൾ P ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1 മൈനസ് Q എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് Q എന്താണ്? 3/4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/4. P എനിക്ക് കിട്ടി എന്താ? 1/4. Q എനിക്ക് എന്ത് കിട്ടി? എന്താണ്? 3/4. ആ 2 കാര്യങ്ങൾ കിട്ടി. P 1/4, Q എന്ന് പറയുന്നത് 3/4. ഇനി എനിക്ക് എന്താ വേണ്ടത്? N വേണം. അപ്പൊ എനിക്കറിയാം N/P എത്രയാണ്? 5 ആണ്. അപ്പൊ N/P എന്ന് പറയുന്നത് NP എന്ന് പറയുന്നത് എത്രയാണ്? 5. അതായത് N/P എന്ന് പറയുന്നത് 1/4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് N ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഈ 4 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 5 × 4 എത്രയാണ്? 20. അപ്പൊ എല്ലാ വേരിയബിൾ ആയല്ലോ. N ആയി, P ആയി, Q ആയി. എനിക്ക് എന്താ വേണ്ടത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പ്രഷൻ റെപ്രസെന്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? എക്സ്പ്രഷൻ ഉദ്ദേശിക്കുന്നത് P(x). എന്തായിരുന്നു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പ്രഷൻ? P(x) എന്ന് പറയുന്നത് NCX P(x) Q(n-x). നമ്മൾ എഴുതിയതാണ്. NCX P(x) Q(n-x). ഇതേ കാര്യം തന്നെ. സോ ആ കാര്യം നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് എല്ലാ വേരിയബിൾസും നമുക്ക് X ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പൊ X-നെ X ആയിട്ട് തന്നെ ഇട്ടിരിക്കുക. സോ P(x) ഈക്വൽ ടു എങ്ങനെ എഴുതാം? N എന്ന് പറയുന്നത് 20 ആണ്. സോ 20CX P എത്രയാണ്? P എന്ന് പറയുന്നത് 1/4 ആണ്. സോ 1/4 റൈസ് ടു X. Q എന്ന് പറയുന്നത് 3/4 ആണ്. സോ 3/4 റൈസ് ടു 20 മൈനസ് X, അതായത് N മൈനസ് X. ദിസ് ഇസ് ദ ഫൈനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ അല്ലേ? നമുക്കത് എക്സ്പ്രഷൻ അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി ഫുള്ള് ബേസിക് മാത്തമാറ്റിക്സിന്റെ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ബാക്കി അതിന്റെ സൊല്യൂഷനും കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്നത് ബേസിക് മാത്തമാറ്റിക്കൽ റൂൾസ് മാത്രം. ബാക്കി ഈ വാല്യൂസ് എല്ലാം നമുക്ക് കാൽക്കുലേറ്റർ 20CXന്റെ വാല്യൂ ഒക്കെ എക്സിന് കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ഫംഗ്ഷൻസിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് വരുന്ന പ്രോബ്ലംസിൽ നമുക്ക് ഏറ്റവും അധികം ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലംസ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമ്മൾ അതിന്റെ പ്രോബബിലിറ്റീസ് മെഷർ ചെയ്യുക. ആ സ്റ്റേറ്റ്മെന്റ് നല്ലതുപോലെ വായിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ പ്രോബ്ലം ചെയ്തു തുടങ്ങാൻ. ബേസിക്കലി നമ്മൾ ആ ടൈപ്പ് പ്രോബ്ലം നമുക്ക് ഫ്രണ്ടിൽ കിട്ടുമ്പോൾ നമ്മൾ മിനിമം 2 തവണയെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിരിക്കണം. മിനിമം. അതിൽ കൂടുതൽ വായിച്ചെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. നമുക്കത് എത്രത്തോളം നമുക്കത് വായിക്കാൻ പറ്റും. അത് കാരണം 2 തവണ വായിക്കുമ്പോഴേ അതിൻ്റെ ഒരു സെന്റൻസിന്റെ എക്സാക്റ്റ് മീനിങ് മനസ്സിലാവുകയുള്ളൂ. കാരണം ആ വേർഡ്സിന്റെ മീനിങ് എല്ലാവരും കൂടെ ചേർത്ത് എന്തൊക്കെയാണ് ഗിവൻ, എന്താണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ ഈ വാല്യൂസ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം ഈ ഒരു പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. If on the average rain falls on 10 days in every 30 days,
ഓക്കെ, അത് ആദ്യത്തെ സെന്റൻസ്. ഒബ്റ്റെയിൻ ദ പ്രോബിലിറ്റി ദാറ്റ് റെയിൻ വിൽ ഫോൾ അറ്റ്ലീസ്റ്റ് 3 days ഓഫ് എ ഗിവൻ വീക്ക്. വളരെ ഇമ്പോർട്ടന്റ് വേർഡാണ് അറ്റ്ലീസ്റ്റ്. അറ്റ്ലീസ്റ്റ് 3 days ഓഫ് എ ഗിവൻ വീക്ക്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? If on the average rain falls on 10 days in every 30 days. എന്താണ് ആ ഒരു സെന്റൻസ് മീൻ ചെയ്യുന്നത്? ഓരോ 30 ദിവസം കൂടുന്തോറും 10 ദിവസം മഴ പെയ്യുന്നുണ്ട് എന്നാണ് ആദ്യം പറയുന്നത്. ഓരോ 30 ദിവസം കൂടുന്തോറും 10 ദിവസം മഴ പെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഓരോ 30 ദിവസം നമ്മൾ സെലക്ട് ചെയ്താൽ ആ 30-ൽ 10 ദിവസം മഴ പെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ആദ്യത്തെ കാര്യം. Obtain the probability that rain will fall at least 3 days of a given week. ഒരാഴ്ചയിൽ കുറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയിൽ അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 3 ദിവസമെങ്കിലും, ഒരാഴ്ചയിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും മഴ പെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ് എന്നാണ് ആ ക്വസ്റ്റ്യന്റെ മീനിങ്. അതാണ് ഞാൻ പറഞ്ഞത്, 2 തവണ ക്വസ്റ്റ്യൻ വായിക്കുക, അപ്പോഴേ അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആവുകയുള്ളൂ. ആദ്യം പറയുന്നത് ഇഫ് ആൻ ഓൺ ആവറേജ് റെയിൻ ഫോൾസ് എവറി 10 days in 30 days. ഓരോ 10 ദിവസം കൂടുമ്പോഴും 30 ദിവസം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 10 ദിവസം മഴ പെയ്യുന്നുണ്ട് എന്നാണ് ആദ്യം പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? അതിന്റെ ഒരു ആഴ്ചയിൽ മിനിമം 3 ദിവസമെങ്കിലും, അറ്റ്ലീസ്റ്റ് 3 എന്ന് വെച്ചാൽ മീനിങ് എന്താ? 3 ദിവസത്തിൽ കൂടുതൽ മഴ പെയ്താൽ കുഴപ്പമുണ്ടോ? ഇല്ല, 3 ദിവസത്തിൽ കുറച്ച് മഴ പെയ്യരുത് എന്നാണ് പറയുന്നതിന്റെ മീനിങ്. അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുമ്പോൾ മിനിമം 3 പെയ്തിരിക്കണം. 3-ൽ കൂടുതൽ പെയ്തെന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. 3-ൽ കുറയരുത് എന്നാണ് പറയുന്നത്. 3-ൽ കുറയരുത്. അങ്ങനെയാണെങ്കിലുള്ള പ്രോബിലിറ്റി എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. 10 ദിവസം, ഓരോ 30 ദിവസം കൂടുന്തോറും 10 ദിവസം മഴ പെയ്യുന്നുണ്ട്. അതായത് മഴ പെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 10 divided by 30. 30-ൽ 10. അതായത് ആൻസർ എന്ത് കിട്ടും? 1/3. ഓക്കെ, പി എനിക്കറിയാം 1/3. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്താണ്? ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി. അതായത് എന്തെഴുതാം? 1 മൈനസ് 1/3. 1 മൈനസ് 1/3. 1 മൈനസ് 1/3 എന്ന് പറയുന്നത് എത്രയാണ്? 2/3. 1 മൈനസ് 1/3 2/3 എന്ന് പറയും. അപ്പൊ പി ആയി ക്യൂ ആയി. ഓക്കെ അല്ലേ? ഇനി ഒബ്റ്റെയിൻ ദ പ്രോബിലിറ്റി ദാറ്റ്, അതായത് പി ഓഫ് എക്സ് ആദ്യം എഴുതുക. പി ഓഫ് എക്സ് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? NCX P raised to X Q raised to N minus X. ഇനി എനിക്ക് എന്താ വേണ്ട? പി ഐ ക്യൂ ഐ. പിന്നെ വേണ്ടത് N ആണ് വേരിയബിൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് റെഫറൻസ് അനുസരിച്ചാണ്? വിത്തിനെ ഗിവൻ ഡേയ്സ്, 3 daysനെ ഗിവൻ വീക്ക്. ഒരാഴ്ചയിൽ 3 ദിവസം. അപ്പൊ ഒരാഴ്ചയിൽ എത്ര ദിവസം ഉള്ളത്? 7 ദിവസം അല്ലേ? സോ N എത്രയാണ്? 7. 7 ദിവസത്തിനനുസരിച്ച് 3 ദിവസത്തിലേക്കുള്ള പ്രോബിലിറ്റി ആണ് എനിക്ക് വേണ്ടത്. ഇപ്പൊ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് എത്രയാണ്? 7 ദിവസമാണ്. ഓക്കെ, സോ N 7. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എടുത്ത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു 7CX. പി എത്രയാണ്? 1/3. 1/3 റൈസ് ടു എക്സ്. ക്യൂ എത്രയാണ്? 2/3 റൈസ് ടു N മൈനസ് എക്സ്. അതായത് 7 മൈനസ് എക്സ്. അപ്പൊ പി ഓഫ് എക്സ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് പി ഓഫ് എക്സിന്റെ എക്സ്പ്രഷൻ എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അത് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അത് ചെയ്യാനായിട്ട് ചോദ്യം പറയുന്നത് എന്താന്ന് നോക്കുക. ഒബ്റ്റെയിൻ ദ പ്രോബിലിറ്റി ദാറ്റ് റെയിൻ വിൽ ഫോൾ അറ്റ്ലീസ്റ്റ് 3 days ഓഫ് എ ഗിവൻ വീക്ക്. ഒരു ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെന്ന് എനിക്കറിയാം. അതിൽ 3 ദിവസമെങ്കിലും എന്ന് വെച്ചാൽ 3-ൽ കൂടുതൽ പെയ്യാം, കുഴപ്പമില്ല. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാൻ പി ഓഫ് എന്താ വേണ്ടത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മിനിമം 3-ൽ കൂടുതലാവാം, പക്ഷെ 3-ൽ കുറയരുത്. 3-ഓ 3-ൽ കൂടുതലോ, അതാണ് അറ്റ്ലീസ്റ്റ് 3 എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അതായത് ഏത് തൊട്ട് ഏത് വരെ വരാം? പി ഓഫ് 3 വരാം. ഓക്കെ, ദെൻ എന്ത് വരാം? 4 വരാം. ദെൻ എന്താണ്? 5 വരാം. ദെൻ എന്താണ്? 6 വരാം. ദെൻ എന്ത് വരാം? 7 വരെ വരാം. കാരണം മാക്സിമം എത്ര കേസാണ് നമ്മൾ എടുക്കുന്നത്? 7 ഡേയ്സിന്റെ കേസല്ലേ എടുക്കുന്നത്. ഒരു വീക്ക് എന്ന് പറയുമ്പോൾ 7 ഡേയ്സിന്റെ കേസ്, 7 ദിവസത്തിന്റെ കേസല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് പി ഓഫ് 3 മുതൽ
P(7) വരെ വരാം എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? 3 മുതൽ 7 വരെയുള്ള കേസ്. ഓക്കെ, അതാണ് കഴിഞ്ഞു. P(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുമ്പോൾ 3 അതിൽ കൂടുതലോ. ഓക്കെ അല്ലേ? സോ ആ രീതിയിൽ കിട്ടി. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. P(x)ന്റെ എക്സ്പ്രഷൻ എനിക്കറിയാം. എന്താണ്? 7cx P(x) Q(n-x). അപ്പൊ ഇത് ഓരോന്നും കണ്ടുപിടിക്കാനായിട്ട് P(3)യുടെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. അപ്പോൾ ഒരു വാല്യൂ കിട്ടും, അത് കണ്ടുപിടിക്കുക. ദെൻ അടുത്ത് എന്ത് ചെയ്യുക? 4 കൊടുക്കുക, 5 കൊടുക്കുക, 6 കൊടുക്കുക, 7 കൊടുക്കുക. അതെല്ലാം വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അതല്ലാണ്ട് വേറൊരു മാർഗമുണ്ട്, കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എനിക്ക് ഇങ്ങനെ എഴുതാം. ഈക്വൽ ടു 1 മൈനസ് P(x) ലെസ് ദാൻ 3 എഴുതാമോ? എന്തുകൊണ്ടാ? P(3) മുതൽ P(7) വരെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, P(0), P(1), P(2), P(3), 4, 5, 6, 7 ഇതെല്ലാത്തിന്റെയും സം എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കില്ലേ? P(0) മുതൽ P(7) വരെയുള്ള എല്ലാ പ്രോബബിലിറ്റീസിന്റെ വാല്യൂ എത്രയായിരിക്കും? സം എത്രയായിരിക്കും? 1 ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ എഴുതാം. 1 മൈനസ് x ലെസ് ദാൻ 3 ഏതൊക്കെയാ? P(0), ദെൻ എന്താ? P(1) പ്ലസ് P(2) അല്ലേ? P(0) പ്ലസ് P(1) പ്ലസ് P(2). അപ്പോ ഇത് കണ്ടുപിടിക്കുന്നതിന്, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടുപിടിക്കുന്നത് ഒന്നുകിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അതായത് ഇതിൽ എത്ര വാല്യൂ കണ്ടുപിടിക്കണം? എനിക്ക് 3, 3-ന്റേത്, 4-ന്റെ, 5-ന്റെ, 6-ന്റെ, 7-ന്റെ. അപ്പോൾ എത്ര എണ്ണം? 5 ടേംസ് എനിക്ക് കണ്ടുപിടിക്കേണ്ടി വരും. മറിച്ച് അതേ വാല്യൂ തന്നെയാണ് എനിക്കിവിടെ എത്ര ചെയ്താൽ മതി? 3 ടേംസിന്റെ കണ്ടുപിടിച്ചാൽ മതി. ഈ ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ രണ്ടിടത്തും കിട്ടുന്ന ഒരേ വാല്യൂ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 1 മൈനസ് ഇതെല്ലാത്തിന്റെയും സം എടുത്താൽ മതി. അപ്പോൾ P(0) കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? P(0) ഞാനിത് കണ്ടുപിടിക്കാം. ഇത് തന്നെ കണ്ടുപിടിക്കണം നിർബന്ധമില്ല, ഈ രീതിയിലും ചെയ്യാം. പക്ഷെ ഇവിടെ ടേംസിന്റെ എണ്ണം കുറവായതുകൊണ്ട് നമുക്ക് ഈസി വേ ഇതാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ P(0) കണ്ടുപിടിക്കാൻ NCX, അതായത് 7C0 P(1/3)0 2/3)7 മൈനസ് എക്സ്, അതായത് 7 മൈനസ് 0 7. 7C0 നമുക്ക് കാൽക്കുലേറ്റർ കൊടുക്കുമ്പോൾ കിട്ടും. ഇതിന്റെ വാല്യൂ എനിക്കറിയാം. ഏത് ടൈം (0)യും 1 ആണ്. സോ അങ്ങനെ ഈ വാല്യൂസ് 3 വാല്യൂസും കണ്ടുപിടിക്കുക. P(0)യുടെ വാല്യൂ, P(1)ന്റെ വാല്യൂ, അതുപോലെ P(2)ന്റെ വാല്യൂ ഈ ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സംതിങ് ലൈക്ക് 475 അങ്ങനെ എന്തോ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും. സോ ആ വാല്യൂ ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ഇതെല്ലാത്തിൻ്റെയും പോയിന്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുക. ആ പോയിന്റ് വാല്യൂസ് 1 മൈനസ് ദാറ്റ് വാല്യൂ എന്ന് പറഞ്ഞെടുത്താൽ മതി. കൺസെപ്റ്റ് ഇതാണ്. ബാക്കി നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ. ഓക്കെ അല്ലേ? സോ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പല ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ബേസിക്കലി അതിപ്പോൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചുകൊണ്ടാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലംസ് വരുമെന്ന് പറഞ്ഞു. ആ പ്രോബ്ലംസ് വായിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്താണെന്ന് സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതിന്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെയൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസും മാക്സിമം കൺസെപ്റ്റുകളും നമ്മുടെ ആപ്പിലെ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉള്ള പ്രോബ്ലംസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അതെന്തായാലും നിങ്ങൾ കാണുക. നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.